ഏകീകൃത GCC ടൂറിസ്റ്റ് വിസ നടപ്പിലാക്കുന്നത് വൈകിയേക്കുമെന്ന സൂചന. ഒരൊറ്റ വിസ കൊണ്ട് GCCയിലെ 6 രാജ്യങ്ങളും സന്ദർശിക്കാവുന്ന തരത്തിലുള്ള GCC ഗ്രാൻഡ് ടൂർസ് വിസ നടപ്പിലാക്കുന്നത് വൈകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഷൂറ കൗൺസിലിന്റെ 8ാമത് പതിവ് സെഷനിൽ നടന്ന ചർച്ചയിൽ ഒമാൻ പൈതൃകം ടൂറിസം മന്ത്രി സലീം ബിൻ മുഹമ്മദ് അൽ മറൂഖിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. സുരക്ഷാ കാരണങ്ങളും GCC അംഗരാജ്യങ്ങൾ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നതിലുള്ള വീക്ഷണങ്ങളുടെ വ്യത്യാസവുമൊക്കെ കൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാൻ പൗരന്മാരുടെ മിനിമം വേതനം 400 റിയാലാക്കി ഉയർത്തുന്ന കാര്യം പരിഗണനയിൽ. ഈ ഒരു കാര്യം ഊർജിതമായി പരിഗണിക്കുമെന്നാണ് തൊഴിൽ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. തീരുമാനമായിട്ടില്ല. അന്തിമ തീരുമാനം കൂടുതൽ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം മാത്രമേ നടപ്പിലാക്കൂ. ദോഫാറിലെ കോസ്റ്റ് ഗാർഡ് പോലീസ് ഈ കഴിഞ്ഞ ദിവസം വലിയ അളവിൽ രാജ്യത്തേക്ക് അനധികൃതമായി സിഗരറ്റ് കടത്താനുള്ള ഒരു ശ്രമം തടയുകയുണ്ടായി. യമനിൽ നിന്നുള്ള 3 ആളുകളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യമനിൽ നിന്ന് ഒമാന്റെ ഭാഗമായ റഖ്യുത്ത് വിലായത്തിലെ കടൽ മാർഗം 65,000 സിഗരറ്റ് പാക്കറ്റുകൾ ബോട്ടിലൂടെ കടത്താൻ ഇവർ ശ്രമിച്ചത്. ഇവരെ അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബർക്കയിൽ വ്യാജ എൻജിൻ കൂളന്റ് നിർമ്മാണ കമ്പനിക്കെതിരെ നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന 6 പേർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. ഫൈനും ഇവരെ നാട് കടത്താനുമാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ബർക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ ഒരു സ്ഥാപനത്തിൽ വെള്ളവും പല കളറിംഗ് ഏജൻസും ഒക്കെ ചേർത്ത് കൂളന്റ് എന്നുള്ള രീതിയിൽ വ്യാജമായ ഉൽപ്പന്നങ്ങളാണ് പുറത്തിറക്കിയിരുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ലേബലിലെ ഇൻഗ്രീഡിയൻസ് തൊട്ട് എക്സ്പയറി വരെയുള്ള കാര്യങ്ങളെല്ലാം ഫേക്ക് ആയിട്ടായിരുന്നു എന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടത്. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് 2025 മാർച്ച് 26 ബുധനാഴ്ച.